അല്ലെങ്കിലും അത്യാഗ്രഹികളായ പല സ്കൂൾ മാഷന്മാരും ഇതുപോലെ ലീവ് എടുത്ത് ആഡ് ഫിലിം പിടിക്കുക, ചിട്ടി നടത്തുക, അങ്ങനെയൊക്കെയാ. എന്നാലും ഇത് തീരെ വേണ്ടാത്ത പണിയായിപ്പോയി. ഭയപ്പെടാതെ വിജയേട്ടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഷൂട്ട് ചെയ്യാൻ. ഈ സിനിമാ വാരികളൊക്കെ വായിച്ചിട്ടില്ലേ? ഡയറക്ടർ പറയും സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്, അത്ര തന്നെ. ബാക്കി നോക്കാൻ ക്യാമറാമാൻ ഉണ്ടല്ലോ, അഭിനയിക്കാൻ നടിയുണ്ട്. നടി ആദ്യം എന്ത് ചെയ്യും? നടി കുന്തം വിഴുങ്ങും. പറഞ്ഞതൊക്കെ മറന്നോ? നടി കുളത്തിലേക്ക് ചാടുന്നു, മുങ്ങി നിവരുന്നു, അത് സ്ലോ മോഷൻ. ഓഹോ, ഈ നടിക്ക് സ്ലോ മോഷനിലൊക്കെ നീന്താൻ അറിയോ? നടി എന്തിനാ നീന്തുന്നേ? അതൊക്കെ ക്യാമറ ട്രിക്കല്ലേ. ആ ട്രിക്ക് എനിക്കറിയില്ലല്ലോ. എനിക്ക് സ്ലോ മോഷൻ വേണ്ട. നടി സാധാരണ മട്ടിൽ മുങ്ങി നിവരുന്നു, പടവിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്. ആ സോപ്പ് എടുത്ത് നടി അവളുടെ അർദ്ധനഗ്ന മേനിയിൽ തേക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ മേനിയഴകിന്റെ രഹസ്യം പരിമള സോപ്പ്. മനസ്സിലായോ? മനസ്സിലായോന്ന്? എന്തായാലും പെട്ടുപോയില്ലേ, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാൻ. ഇറങ്ങി വാ. ഇങ്ങോട്ട് നടക്കാം. എന്താ സാറേ ഇത്? 1 മണിക്കൂറായിട്ട് യൂണിറ്റ് വെയിറ്റ് ചെയ്യാം. അത് ഞങ്ങള് ക്ഷേത്രത്തിലൊന്ന് കയറി തൊഴുതു. എല്ലാം നന്നായി വരണമല്ലോ. അതെ അതെ. എങ്കിൽ പിന്നെ സമയം കളയാൻ തുടങ്ങാം അല്ലേ സാർ? ആ തുടങ്ങാം, ഞാൻ റെഡി. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. മനസ്സിലായില്ല. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? അപ്പൊ ലൈറ്റപ്പ് ഒന്നും ചെയ്യണ്ടേ? ചെയ്യണം. ലൈറ്റപ്പ് ചെയ്തോളൂ. ആദ്യം ക്യാമറ എവിടെ വെക്കണമെന്ന് പറയൂ. ക്യാമറ ഇവിടെ എന്തെങ്കിലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. സ്റ്റോറി ബോർഡ് എവിടെ? സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. സ്ക്രിപ്റ്റ് എടുക്കാൻ മറന്നു. പിന്നെ എന്താ ഷൂട്ട് ചെയ്യേണ്ടത്? ഷൂട്ട് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ നടി കുളത്തിലേക്ക് ചാടുന്നു, മുങ്ങി നിവരുന്നു, പടവിലേക്ക് കയറുന്നു, അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്. നടി അവളുടെ അർദ്ധനഗ്ന മേനിയിൽ സോപ്പ് ഇങ്ങനെ തേക്കുക, എന്നിട്ട് പറയുന്നു, എന്റെ മേനിയഴകിന്റെ രഹസ്യം പരിമള സോപ്പ്. കൊളം നല്ല ആഴമുണ്ടെന്നാ തോന്നുന്നേ. അത് പേടിക്കണ്ട, മുങ്ങുന്നതിന് മുമ്പ് ഞാൻ ചാടി പിടിച്ചോളാം. അപ്പൊ ഏത് ഷോട്ടാണ് ആദ്യം? നമുക്ക് എല്ലാ ഷോട്ടും ആദ്യം തന്നെ എടുക്കാം. സാർ എന്തായി പറയുന്നേ? ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുന്നു, ആ ഷോട്ട് എവിടെ ക്യാമറ വെച്ചെടുക്കണമെന്നാ ചോദിച്ചത്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ഒന്നുകിൽ ഇവന്മാർക്ക് ഭ്രാന്ത, അല്ലെങ്കിൽ ഫ്രോഡുകൾ. കൂടുതൽ വെച്ചോണ്ടിരിക്കാതെ ഓടിക്കുന്നത് നല്ലത്. സാറ് വിഷമിക്കണ്ട, സംഗതി ഞാൻ ഷൂട്ട് ചെയ്ത് തരാം. അത് മതി, കാശ് കുറച്ച് ചെലവായതാണ്. സാറേ, സാർ ഇതിനു മുമ്പ് എത്ര ആഡ് ഫിലിം ഡയറക്ട് ചെയ്തിരുന്നാ പറഞ്ഞ? ഒരു 10-15 എണ്ണം ചെയ്തിട്ടുണ്ട് സാർ. സാർ ക്ഷമിക്കണം, ഞാൻ സത്യം പറയാം. ഇവൻ പറഞ്ഞു ഡയറക്ഷൻ എളുപ്പപ്പണിയാണെന്ന്. ഞാനിതുവരെ ഒരു ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല സാർ. 2 അണ്ണന്മാരും കൂടി ആളുകളെ പറ്റിക്കാറിങ്ങിരിക്കുകയാണ് അല്ലേ? ഒരു കാര്യം ചെയ്യും, 3-4 ദിവസമായിട്ടേ ലോഡ്ജിൽ മുറിയെടുത്ത് കോഴിയിറച്ചിയും മദ്യമൊക്കെ ആയിട്ട് അങ്ങോട്ട് സുഖിച്ചില്ലേ, അതിന്റെയൊക്കെ കാശങ്ങട്. എന്നിട്ട് തടി കേടാവണതിന്റെ മുമ്പ് സ്ഥലമുട്ടോ. ആ സോപ്പ് കമ്പനി മുതലാളി മര്യാദക്കാരനാ. അയാൾ തല്ലാതെ വിട്ടല്ലോ. അവന്റെ ഒരു സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. എടാ, ഞാൻ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നുവരെ ആരും പറ്റിച്ചിട്ടില്ല. ഒരു സത്യവാൻ. ഞാൻ വിജയേട്ടനെ വെല്ലുവിളിക്കുന്നു. ഒരു ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടായി കാണിക്കാനൊന്നുമില്ല. എടാ, നിനക്ക് എക്കണോമിക്സിന്റെ ABCD അറിയോ? അറിയാത്ത എത്ര നന്നായി. വിജയേട്ടൻ പഠിച്ച എക്കണോമിക്സ് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇതിനകം ഞാൻ കുത്തുപാള എടുത്തേനെ. നിന്റെ ഇപ്പൊ കുത്തുവാളയല്ലാതെ വേറെന്താടാ ഉള്ളത്? ശരിയാ, ഞാനിത് കേൾക്കേണ്ടവനാ.
നോക്കിക്കോ, ഇനി വിജയേട്ടന്റെ ഒരു പരിപാടിക്ക് എന്നെ കിട്ടില്ല. ഹ, നീ ചൂടാവില്ലട സുഖു, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ തമാശ? വിട്ട് കളാന്നേ. നീയേ നമ്മുടെ കയ്യിൽ ഓട്ടോ കൊടുക്കാൻ കാശ് തികയില്ല. ഉം. അതുകൊണ്ട് നമുക്ക് വീട് പിടിക്കണ്ടേ, നീ ഒരു സൈക്കിൾ എടു. എനിക്കങ്ങ് വയ്യ. നീ ആ രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് ഒരു സൈക്കിൾ എടുത്തോണ്ട് വാടാ സുഖു. മീൻ മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് രാത്രി വീട്ടിൽ നിന്ന് കടന്നതാ. ദിവസങ്ങൾ ഇത്രയായി, ശ്യാമളെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു രൂപമില്ല. ഫേസ് ചെയ്യണ്ട, പിന്നോക്കം നടന്ന് കയറിയാ മതി. ഇറങ്ങിക്കോ. ഇറങ്ങാൻ. അതങ്ങനെ നീ എന്നെ വീട്ടിൽ വിട്ടിട്ട് പോ. അതിന് എന്നെ കിട്ടില്ല. വിജയേട്ടന്റെ കൂടെ നടന്നതിന് ശ്യാമള ചേച്ചി എന്നെ വഴക്ക് പറയും. അവളെ എന്നെ വഴക്ക് പറയും. എനിക്ക് അനുഭവം ഉള്ളതാ, ഞാനില്ല വഴിക്ക്. എടാ സുഖു, നീ എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ശ്യാമളയുടെ ആ കാണുമ്പോഴുള്ള ദേഷ്യപ്പെടലിന് ഒരു മയം കാണും. നീ വീട്ടിൽ കയറണ്ട, എന്നെ വിട്ടിട്ട് ഉടനെ പൊയ്ക്കോ. പ്ലീസ് സുഖു, എന്നെ ഒന്ന് രക്ഷിക്കടാ. വാ. ജീവൻ പോയാലും അകത്തോട്ട് ഞാനില്ല. അല്ല അത് ശരിയാവില്ല. നീ വാ. ഞാനില്ല. അല്ല, ഇതെന്താ രണ്ടുപേരും അവിടെ തന്നെ നിക്കുന്നേ? അല്ല സുഗുനെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. വാ, കയറി ഇരുന്നിട്ട് പോ. ശ്യാമേ, ഞാനും സുഖു ഒരുമിച്ച്. അല്ല ചേച്ചി, ഞാനിപ്പോ സൈക്കിളിൽ വരുമ്പോ വിജയേട്ടനെ വഴിയിൽ വെച്ച് കണ്ടതാ. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? നീ വാടാ സുഗു, ഞാൻ നല്ല ചായ ഉണ്ടാക്കി തരാം. വിശേഷങ്ങളൊക്കെ സംസാരിക്കാവാം. യാത്ര ചെയ്തോണ്ട് രണ്ടുപേരും നല്ല ക്ഷീണിച്ച് മട്ടുണ്ട്. എനിക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ, യാത്ര ചെയ്യാത്തത് കൊണ്ട്. സാരില്ലെന്ന്. ഇവനിതെന്ത് പറ്റി? കുറ്റബോധം അല്ലാതെന്ത്. എന്നെ അവന്റെ ഓരോ കാര്യത്തിനും പിടിച്ചോണ്ട് പോയിട്ട്. ഓ, അതാണോ? പാവം. മക്കള് സ്കൂളിൽ പോയല്ലോ അല്ലേ? ഓ, പോയി. വിജയേട്ടൻ വാ, ആദ്യം വല്ലതും കഴിക്ക്. ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. കാപ്പി വേണോ ചായ വേണോ? ആദ്യം ഒന്ന് കുളിക്കണം. അത് ചായ കുടിച്ചിട്ടാവാം. ചായ ഞാൻ കുടിച്ചതാ. അതെയോ? അപ്പോ കുളിക്കാൻ പച്ചവെള്ളം ചൂടുവെള്ളോ? ചൂടുവെള്ളമൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതെന്താ അങ്ങനെ പറയുന്നേ? ഇപ്പൊ ചൂടാക്കി തരാം. അത് വേണ്ട ചായ, പച്ചവെള്ളമാണ് സുഖം. എനിക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതി. അതുകൊണ്ടല്ല. എങ്കിലേ കുളിക്ക്. അപ്പോഴേക്ക് ഞാൻ 3-4 മുട്ട പുഴുങ്ങി വെക്കാം. ഏത്തപ്പഴം തൽക്കാലം അതുപോലെ. ഇരിക്കണോ? വേ കുളിക്കൂന്നേ. ആ പാന്റൊക്കെ ഒന്ന് ഊരിയട്ടെ. ഞാൻ വെള്ളിയാഴ്ച മീൻ മേടിക്കാൻ പോയ വഴിക്ക്. അതെ, മീൻ മേടിക്കാൻ പോയി. എന്നിട്ട് വരുന്നത് ഇപ്പോഴാ. അത്രയല്ലേ ഉള്ളൂ. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായി കാണും. പോയി. അതിന് അതെ, അതാ. എന്നാലും തെറ്റല്ലേ ഞാൻ ചെയ്തത് എന്നൊരു തോന്നൽ അല്ലേ? അതെ അതെ. എന്നാൽ എനിക്കാ തോന്നലില്ല. എനിക്ക് മക്കൾക്കും വേണ്ടി വിജയേട്ടൻ പല വിധത്തിലും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിഞ്ഞൂടെ? നടക്കാം അങ്ങോട്ട്.